നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യ മുത്തമിടുമ്പോൾ ആരാണ് ഈ ടീമിലെ ഹീറോ? അങ്ങനെ ഒരാളെ ഹീറോ ആയിട്ട് കാണാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊരു ടീം വർക്കിൽ പൂത്ത വിജയമാണ്. ആ പിച്ചിനും ആ ഗ്രൗണ്ടിനും ഒക്കെ അനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മൾ കൊയ്തെടുത്ത വിജയം. ടീം പ്രഖ്യാപനം മുതൽ അങ്ങനെയാണ്. 4 ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ട് പോകുമ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞിരുന്നു. പക്ഷേ അത് ശരിയായ തീരുമാനമാണ് എന്നുള്ളത് കളിക്കളത്തിൽ പിന്നെ തെളിഞ്ഞു. 4 ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സിനെ ഒരുമിച്ച് ആദ്യ 11-ൽ ഇറക്കുന്നു. സെമി ഫൈനലിന് തൊട്ട് മുമ്പുള്ള കളിയിലാണ് അങ്ങനെ തീരുമാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ സെമിയിലും അത് തന്നെ ആവർത്തിച്ചു, ഫൈനലിലും അത് തന്നെ ആവർത്തിച്ചു. കൃത്യമായ ഒരു ടീം കോമ്പിനേഷനായിരുന്നു അത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ഈ ടീം ഒന്നടങ്കം ഹീറോസാണ് എന്ന് പറയുന്നതാവും ശരി. എങ്കിലും നമ്മൾ പെർഫോമൻസുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ വരുൺ ചക്രവർത്തിക്ക് നമ്മൾ കൈയടിക്കണം. ആ മനുഷ്യൻ നേരത്തെ T20 ഡെബ്യൂ നടത്തി. ഇതേ ദുബായിൽ വളരെ മോശം പ്രകടനം നടത്തി. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തല താഴ്ത്തി മടങ്ങിയവരാണ്. അതേ ദുബായിൽ പൊളിച്ചടുക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. കിരീടം ഉയർത്തിയിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റ് ഈ വർഷമാണ് അദ്ദേഹം അരങ്ങേറിയിട്ടുള്ളത്. ഈ പ്രായത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഈ ടൂർണമെൻറ്റിൽ വിജയിക്കുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചു. ന്യൂസിലാൻഡിന് ഏറെ ത്രെട്ട് അദ്ദേഹം തന്നെയായിരുന്നു. 9 വിക്കറ്റുകൾ ഈ ടൂർണമെൻറ്റിൽ വരുൺ ചക്രവർത്തി പിഴുതെടുക്കുന്ന കാഴ്ച. 9 വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനപ്പുറം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് കൂടി നമ്മൾ അതിൽ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പം വരുൺ ചക്രവർത്തി 3 കളികളാണ് ഈ ടൂർണമെൻറ്റിൽ കളിച്ചിട്ടുള്ളൂ. 3 കളികളിൽ നിന്നാണ് അദ്ദേഹത്തിന് 9 വിക്കറ്റ് വന്നത്. 42-ന് 5 എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ്. ആവറേജ് നോക്കുക 15.11, ഇക്കണോമി 4.53, 20 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. സോ പൊളിച്ചടുക്കിയ പെർഫോമൻസ് നടത്തി വരുൺ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ നിലയുറപ്പിക്കലാണ് നമ്മളിവിടെ കണ്ടത്. ഇപ്പം ഷാമിക്കും 9 വിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, നമ്മൾ മറക്കുന്നില്ല. മുഹമ്മദ് ഷാമി 5 കളികൾ കളിച്ചിട്ടാണ് ഈ 9 വിക്കറ്റുകൾ. ഫൈനലിലൊക്കെ അദ്ദേഹം ഒരല്പം എക്സ്പെൻസീവ് ആയിരുന്നു, അത് ശരിയാണ്. പക്ഷേ ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെയാണ്. സ്പിന്നേഴ്സിനെതിരെ കളിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരല്പം പേസ് ഓണാകുമ്പോൾ ബാറ്റർമാർ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ അദ്ദേഹവും ഒരു 5 ഈ ടൂർണമെൻറ്റിൽ നേടിയിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. മുഹമ്മദ് ഷാമി കുറേ കാലത്തിന് ശേഷമാണ് തിരികെ വന്ന് ഇന്ത്യക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റ് കളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം ബൗളർമാരുടെ നിരയിൽ എല്ലാവരും അവരുടെ റോൾ വഹിച്ചിട്ടുണ്ട്. കുൽദീപ് ഔട്ട് ഓഫ് ഫോം എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫൈനലിൽ കണ്ടില്ലേ, ആ 2 വിക്കറ്റുകൾ അദ്ദേഹം ക്വിക്കായിട്ട് എടുത്തെടുത്താണ് ന്യൂസിലാൻഡിൻ്റെ കിടിലൻ സ്റ്റാർട്ടങ്ങ് ഇല്ലാതെയായി പോകുന്നത്. രജിൻ രവീന്ദ്രയെയും അതുപോലെ കെയ്ൻ വില്യംസനെയും അദ്ദേഹം 8 പന്തുകളുടെ വ്യത്യാസത്തിൽ മടക്കി വിട്ടെടുത്താണ് നമ്മൾ ഈ വിജയത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് വെക്കുന്നത്. പിന്നെ പതിവ് പോലെ തന്നെ രവീന്ദ്ര ജഡേജ മാസ്മരിക ബൗളിങ്, റൺ കൊടുക്കാൻ പിശുക്ക്, അതിവേഗം ഓവറുകൾ തീർക്കുന്നു. അക്സർ പട്ടേലിനെ പിന്നെ ഇപ്പോൾ പഴയ പോലെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മികച്ചൊരു ബാറ്ററായിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. നമ്പർ 5 അദ്ദേഹത്തെ ബാറ്റ് ചെയ്യാൻ വിടുന്നു. അത് ടീമിന് എന്ത് സഹായകരമാകുന്നുണ്ട്. റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ കൊണ്ടുപോകാൻ അത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലത്തേതടക്കം മികച്ച ഇക്കണോമിയിൽ അദ്ദേഹം പന്തെറിയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സോ ഇവരെല്ലാവരും ഹീറോസാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ആ പേര് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടേതാണ്. അദ്ദേഹം ഔട്ട് ഓഫ് ഫോമിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ വായടപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനം ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശരിയാണ്, ഫൈനലിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രകടനം വന്നില്ല എങ്കിൽ പോലും ടൂർണമെൻറ്റിൽ ഒന്നാകെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ചേസ് ചെയ്യാൻ വേണ്ടി അത്രയധികം ടീമിനെ സഹായിക്കുന്ന കാഴ്ച. 5 കളികളിൽ നിന്ന് 218 റൺസ്, ഒരു സെഞ്ചുറി, 100 റൺസ് നോട്ട് ഔട്ട് അദ്ദേഹം കുറിച്ചതാണ്. ഉയർന്ന സ്കോർ 54.5 അദ്ദേഹത്തിൻ്റെ ആവറേജ് വന്നത്. 263 ബോൾ അദ്ദേഹം ഫേസ് ചെയ്തു. 82.88 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും 15 ഫോറുകൾ ആ ബാറ്റിൽ നിന്ന് പിറന്നു. താൻ ഫോം ഔട്ടല്ല. ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ചേസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അദ്ദേഹം പാകിസ്ഥാനെതിരെയും അതുപോലെ തന്നെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഈ ഒരു കിരീട നേട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഒപ്പം തന്നെ പറയണമല്ലോ രോഹിത് ശർമ്മയെ.
രോഹിത് വിരമിക്കണം, രോഹിത് വിരമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇനി എന്തായിരിക്കും പറയാനുണ്ടാവുക? രോഹിത് വിരമിക്കില്ല. രോഹിത് തന്നെ പറഞ്ഞു, ഈ ഫോർമാറ്റിൽ നിന്ന് ഞാൻ വിരമിക്കുന്നില്ല, ഇനിയൊരു റൂമറും പരത്തേണ്ടതില്ല. യെസ്, ഫൈനലിൽ ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ അനായാസമാക്കിയത് അദ്ദേഹത്തിൻ്റെ തട്ടുപൊളിപ്പൻ തുടക്കമാണ്. അത് അദ്ദേഹം തുടർന്നു. അതിവേഗത്തിൽ ടീം ഇന്ത്യ റണ്ണടിച്ചു പോകുന്ന കാഴ്ച. ഇന്ത്യ 65 റൺസിലേക്ക് എത്തുമ്പോൾ രോഹിത്തിൻ്റെ സ്കോർ കാർഡിൽ വന്നത് 50 റൺസാണ്. 100 കടന്നവർ മുന്നോട്ട് പോയി, ഗില്ലും അദ്ദേഹവും ചേർന്നിട്ട്. പിന്നെ ഗില്ലിനെ പുറത്താക്കാൻ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത ക്യാച്ചൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ടീമിൻ്റെ വിജയത്തിന് അടിത്തറ പാകിയിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. വലിയ വിമർശനങ്ങൾ തന്നെ പല മൂലകളിൽ നിന്ന്, പല കോണുകളിൽ നിന്ന്. തടിയനാണ്, അദ്ദേഹത്തെ തടിയനാണെന്നൊക്കെ വിമർശനം, പെർഫോമൻസിൻ്റെ കണക്കിലല്ല. ഇതൊക്കെയാണ് വിമർശനം, ബോഡി ഷെയ്മിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചിഴച്ച് ഒരു കാര്യവുമില്ലാതെ ആ മനുഷ്യനെ ക്രൂശിക്കാൻ നോക്കി. എന്നിട്ടിതാ വിജയ ശ്രീലാളിതനായിട്ട് കപ്പുയർത്തി നിൽക്കുന്നു. ബാക്ക് ടു ബാക്ക് ICC ട്രോഫീസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറുന്നു. ഇത് വലിയ കാര്യമാണ്, ഒരു തർക്കവും വേണ്ട. സോ രോഹിത് ശർമ്മ ഹീറോയാണ്, ഹീറോകളുടെ ഹീറോയാണ്. യെസ്, ഹിറ്റ്മാൻ ഒരിക്കൽ കൂടി ഇതാ ആരാധകരുടെ മനം കുളിർപ്പിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പേരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത 2-3 പേരുകളുണ്ട്. ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ്. ഇപ്പോൾ ഇന്നലെ പാണ്ഡ്യയുടെ പെർഫോമൻസിനെ കുറിച്ച് ടീം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു താരം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എല്ലാവർക്കും സമ്മർദ്ദമുണ്ടാവുന്ന ഘട്ടത്തിൽ ഹാർദിക്കിന് സമ്മർദ്ദമുണ്ടാവില്ല. അതാണ് ഹാർദിക്കിൻ്റെ വ്യത്യാസം. അക്ഷർ പട്ടേലാണത് പറഞ്ഞത്, ആ പേര് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: വെൻ വി ആർ ഓൾ അണ്ടർ പ്രഷർ, ഹാർദിക് ഈസ് ദി മോസ്റ്റ് കോൺഫിഡൻറ്റ് ഗൈ. എല്ലാവരും പ്രഷറിലാണെങ്കിൽ ഹാർദിക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ കണ്ടില്ലേ അത്? അദ്ദേഹം സെമി ഫൈനലിൽ എങ്ങനെയാണ് ഓസീസിനെതിരെ 6 അങ്ങ് പൊട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അത് തച്ച് അണച്ചത് അവരുടെ പ്രതീക്ഷയുടെ നാളം. ഇന്നലെയും അദ്ദേഹം അനായാസം കളിക്കാൻ ശ്രമിച്ചു. ഒരു 6ഉം 4ഉം ഒക്കെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു. സോ ആ ഘട്ടത്തിൽ സ്കോർ ടൈറ്റ് ആവുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ഹിറ്റുകൾ വരുന്നു, നേച്ചുറലായിട്ടും ബിഗ് ഹിറ്റുകൾ വരുന്നു, സംഗതി എളുപ്പമാക്കുന്നു. പിന്നെ 4 സ്പിന്നേഴ്സിനെ വെച്ച് കളിക്കാൻ തീരുമാനിക്കുമ്പോൾ ഷാമിക്ക് ഒരു ഓപ്പണിംഗ് ബൗളിംഗ് പാർട്ട്ണർ വേണം. ആ റോളും അദ്ദേഹം പലപ്പോഴും വിക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഫലവത്തായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹാർദിക്കും ഹീറോയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യരെക്കുറിച്ച് ഇന്നലെ നായകൻ പറഞ്ഞത് അദ്ദേഹം നമ്മുടെ ടീമിലെ സൈലൻറ്റ് ഹീറോയാണെന്നാണ്. ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. മിക്ക കളികളിലും, എല്ലാ കളികളിലും മധ്യനിരയെ അദ്ദേഹം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. ഹീറോയാണ് ശ്രേയസ് അയ്യർ, സൈലൻറ്റ് ഹീറോ എന്ന് പറയുന്നു. അപ്പോൾ KL രാഹുലോ ഇന്നലത്തെ അദ്ദേഹത്തിന് ഇന്നിങ്സ് ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരല്പം നെർവിയായിരുന്നു, പക്ഷെ പിന്നാലെ വരാൻ ആളുണ്ട് എന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇന്നലെ കളി കഴിഞ്ഞിട്ട് രോഹിത് ശർമ്മ രാഹുലിനെ അഭിനന്ദിക്കുന്നു. രാഹുലിൻ്റെ കളി അങ്ങനെയാണ്, പ്രഷർ ഉള്ളപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് കളിക്കുക, അതാണ് ടീമിൻ്റെ ബലമെന്ന് പറയുന്നു. സോ ഹീറോയാണ് രാഹുലും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഈ ടീമിൽ ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒരാളല്ല ഹീറോ, മറിച്ച് ഈ ടീം മുഴുവൻ ഹീറോസാണ്. ഹീറോസിൻ്റെ ഒരു കൂട്ടമാണ്. ഇത് ടീം വർക്കിൽ പൂത്ത വിജയമാണ്. ടീം ഇന്ത്യ തീർച്ചയായിട്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ലോകം അടക്കി ഭരിക്കുക തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.